ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഞാനും മിനിറ്റും കൂടി ഒന്ന് പുറത്ത് പോവുക. ദേവട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. വേറെ എവിടേക്കല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ അവിടേക്ക്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയൊന്നും വേണ്ടതില്ല. പക്ഷേ ശ്രദ്ധിച്ച് പോകുമ്പോൾ ഒരു 10-15 മിനിറ്റ് മതിയാവും. അപ്പം ഞാൻ ഷോർട്ട് കട്ടിൽ കൂടെ കേട്ടോ പോയത്. ഇവിടുത്തെ വീട് പണി നടക്കുമ്പോൾ കുറച്ച് നാൾ നമ്മൾ ആ അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് മേനുവിൻ്റെ കഥകളും കേട്ടിട്ടാണ് യാത്ര കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ റോയൽ ഹോസ്പിറ്റല്. കിച്ചുട്ടനെ ഞാൻ ഇവിടെ പ്രസവിച്ചിറക്കുന്നത്. ഇതായി കാണുന്നതാണ് കേട്ടോ നമ്മുടെ കാക്കശ്ശേരി സൂപ്പ്. ഈ നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സീനിയർ ഗ്രൗണ്ട്. കിച്ചുട്ടിന് കൂടെയാണ് സ്പോർട്സ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവൻ കുന്നോളം ബോയ്സ് സ്കൂളിലാണ് പഠിക്കണത്. കിച്ചുട്ടിന് ഇപ്പോൾ വെക്കേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് ഫുട്ബോളിൻ്റെ. രാവിലെയാണ് സമയം. ഈ കാണുന്നതും നമ്മുടെ മലങ്കര ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. നമ്മൾ വീടെത്താനായിട്ടോ. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം അത്
പണി മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. ഈ തെറ്റത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഞാൻ താമസിച്ചിരുന്നത്. തൊട്ട ചെമ്മറ്റിലെ അമ്മു, ഒരു ചെമ്മൻ്റെ അപ്പുറം അമ്മു ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. അമ്മുവിൻ്റെ അമ്മ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടേ, അപ്പോൾ ഒന്ന് കാണണമായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ ആളായിട്ടോ. രണ്ടു ദിവസം മുന്നേ ഞാൻ ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നാണ് വരുന്നത് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മ അവിടെ ക്ലീനിങ് പണിയിലാണ്. ധ്യാനും ഡെപ്പോസ്റ്റർ കറക്കാൻ പഠിച്ചു. അപ്പോൾ അതെനിക്ക് വേഗം കൊടുന്ന് കാട്ടി തന്നു. അത് വാങ്ങിയതിന് ശേഷമാണ് അത് പഠിച്ചത്. 2 ദിവസം എടുത്തുള്ളൂ. കറക്കണ കാണുമ്പോൾ നമുക്ക് കൊതിയ കൂട്ടാം, നമുക്കൊന്ന് വാങ്ങി കറക്കാം. പക്ഷേ നോ രക്ഷ, കറങ്ങിയിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ അമ്മ നാരങ്ങ വെള്ളം കലക്കലും കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ ഉണ്ണിയുടെ ഡെപ്പോസ്റ്റർ കറക്കണമെന്ന് നോക്കിയിരുന്നു. കുറച്ചധികം നേരം ഇത് നോക്കിയിരുന്നു. ധ്യാനം കുറേ നേരം നിന്ന് കറക്കി കാട്ടി തന്നു. കുട്ടി എന്തായാലും കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് പഠിക്കാൻ. കിച്ചൂട്ടൻ ഡെപ്പോസ്റ്റർ ഇറങ്ങിയതിന് ശേഷം എന്നോട് എന്തോ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടില്ല. മറ്റേത് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയത് കണ്ടു കഴിഞ്ഞാൽ അവന് വേണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇത് മാത്രം പറഞ്ഞിട്ടില്ല. അതെന്നും ഞാൻ വിചാരിക്കും എന്താ അവൻ ചോദിക്കാത്തതെന്ന്. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വാങ്ങിത്തരാൻ പറഞ്ഞാലോ. 500 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ അതിന്. പിന്നെ അത് അമ്മുവിൻ്റെ കുറച്ച് മാലയുടെ കളക്ഷൻസ് കണ്ടു. നല്ല നല്ല മാലകൾ. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ടാറ്റ പറഞ്ഞ് പോന്നു. ഇന്നത്തെ സന്തോഷം ഇതായിരുന്നു. അപ്പം ഇനി പിന്നെ കാണാം.